ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എംബെഡഡ് സിസ്റ്റം, അതേപോലെ തന്നെ മൈക്രോ കൺട്രോളർ എന്താണ്, അതേപോലെ തന്നെ മൈക്രോ പ്രൊസസ്സർ എന്താണ് എന്നൊക്കെയാണ്. നേരെ വീഡിയോയിലേക്ക്. ആദ്യം ഞാൻ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് എംബെഡഡ് സിസ്റ്റം എന്ന് മനസ്സിലാവുള്ളൂ. ആദ്യം ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ, അതേപോലെ തന്നെ ഗ്രൈൻഡർ, അതേപോലെ തന്നെ ഓവന്, അതേപോലത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മൈക്രോ കൺട്രോളർ വഴിയാണ്. ഇതിനെയാണ് നമ്മൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ആയിട്ട് ഒരു പ്രോഗ്രാമിങ് ആ ഒരു ICയിൽ ഇൻബിൽട്ട് ആയിട്ട് കോഡ് റൈറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക് അതിൻ്റെ ഒരു സമയത്ത് ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയും ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അത് തരികയും ചെയ്യുന്നതിനാണ് നമ്മൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാധാ കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെ നമുക്ക് ആ ചിപ്പിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള IC ഉണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ എംബെഡഡ് സിസ്റ്റത്തിന്റെ രണ്ട് IC ഘട്ടത്തിലേക്ക് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് മൈക്രോ പ്രൊസസ്സർ ആണ്, രണ്ടാമത്തെന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ ആണ്. മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത് അതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഒരിക്കലും റാമോ അല്ലെങ്കിൽ റോമോ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ല. ബാക്കിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുകയാണ് മൈക്രോ പ്രൊസസ്സറിൽ ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ കൺട്രോളർ ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ പ്രൊസസ്സർ കൺട്രോളർ നോക്കുകയാണെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് അതിൽ തന്നെ നമുക്ക് റാമും റോമും കുറച്ച് സ്റ്റോറേജും ഒക്കെ അതിൽ ഇൻബിൽഡ് ആയിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതും നമ്മുടെ റിയൽ ലൈഫിൽ ഓട്ടോമാറ്റിക് എല്ലാവരും ഉപയോഗിച്ച് വരുന്നതാണ്. അതായത് വാഷിംഗ് മെഷീൻ, ഓവൻ, മറ്റുള്ള ഡിവൈസിലൊക്കെ മൈക്രോ കൺട്രോളറാണ് വരുന്നത്. മൈക്രോ പ്രൊസസ്സർ വരുന്നത് നമ്മുടെ ലാപ്ടോപ്പിലും അതേപോലെ തന്നെ PC-യിലും ഒക്കെയാണ് മൈക്രോ പ്രൊസസ്സർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.